നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ ഉപരോധത്തിനെതിരെ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾ വീണ്ടും ആക്രമണം നടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് യമനിലെ ഹൂതികൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ യമൻ തലസ്ഥാനമായ സനയിലും വടക്കൻ പ്രവിശ്യയായ സാധയിലുമായി കുറഞ്ഞത് 24 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികളുമായി ബന്ധപ്പെട്ട അൽ ബസീറ TV അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് ട്രംപിന്റെ നയം. ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി വിമതർക്ക് കനത്ത തിരിച്ചടി വീണ്ടും നൽകിയിരിക്കുകയാണ് അമേരിക്ക. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഈ ഒരു ആക്രമണം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മറ്റൊരു ആക്രമണം കൂടി നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച എല്ലാ ഡ്രോണുകളും തകർത്തതായും കപ്പലുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യാപകമായ ആക്രമണം നടത്തിയിരുന്നു. 31 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. US വ്യോമസേനയുടെ F-16, F-18 ഇനങ്ങളിൽപ്പെട്ട പോർ വിമാനങ്ങളാണ് ഹൂത്തികളെ നേരിടാനായി എത്തിയത്. ഹൂത്തികളുടെ 11ഓളം ഡ്രോണുകളാണ് ഇവ വെടിവെച്ചിട്ടത്. US നാവികസേനയുടെ പ്രധാന പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനും സൈനിക നടപടിയിൽ പങ്കെടുത്തു. നേരത്തെ ഹാരിയസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പല പടക്കപ്പലുകളെയും ആക്രമിച്ചതായി ഹൂത്തികൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം അമേരിക്ക തള്ളിക്കളയുകയായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചത് എന്നായിരുന്നു ഹൂത്തികളുടെ അവകാശവാദം. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് US നടപടി. തലസ്ഥാനമായ സനയിലാണ് വ്യോമാക്രമണം നടത്തിയത്. ട്രംപ് 2ാം തവണയും പ്രസിഡന്റായ ശേഷം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്. നിങ്ങളുടെ സമയം അവസാനിച്ചു, നിങ്ങളുടെ ആക്രമണം ഇന്നു മുതൽ നിർത്തണമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. 2023 നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി 100-ലധികം ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നാണ് ഹൂത്തികളുടെ വാദം. ISന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അബു ഖദീജയെ വകവരുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഹൂത്തികൾക്ക് നേരെ ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത്. അതേസമയം യമനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ഇറാൻ ശക്തമായി അപലപിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ട്രംപിന്റെ 2ാം ഭരണ കാലയളവിൽ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നടപടിയാണ് യമനിൽ നടന്ന ആക്രമണങ്ങൾ. നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ നരകമഴ പെയ്യിക്കുമെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. യമനിലെ ഹൂതി വിമത സംഘത്തിനെതിരെ നിർണായകവും ശക്തവുമായ ഒരു സൈനിക നടപടി ആരംഭിക്കാൻ ഞാൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിട്ടു എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അമേരിക്ക അമിതമായ മാരകമായ ശക്തി പ്രയോഗിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. അമേരിക്കയ്ക്കെതിരെ തീവ്രമായ പ്രതികരണത്തിന് തങ്ങളുടെ യമൻ സായുധ സേന പൂർണ്ണമായും തയ്യാറാണെന്നും വിമത സേന മുന്നറിയിപ്പ് നൽകി. 2023 നവംബർ മുതൽ ഹൂത്തികൾ കപ്പലുകളെ ലക്ഷ്യമിട്ട് 100-ലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നടത്തിയ യുദ്ധത്തെ തുടർന്ന് ഇത് ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തി. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സ്റ്റോക്കുകൾ കത്തിച്ച മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിനായി ചിലവേറിയ ദൗത്യത്തിന് അമേരിക്കയുടെ സൈന്യത്തെ ഇത് നിർബന്ധിതരാക്കി. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പാലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് ഈ ആക്രമണങ്ങളെന്ന് ഹൂതികൾ പറയുന്നു. ഗാസയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാന്റെ മറ്റ് സഖ്യകക്ഷികളായ ഗാസയിലെ ഹമാസിനെയും ലെബനനിലെ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ ഗുരുതരമായി ദുർബലപ്പെടുത്തി.
ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സിറിയയിലെ ബഷർ അൽ അസദിനെ ഡിസംബറിൽ വിമതർ അട്ടിമറിച്ചിരുന്നു. എന്നാൽ അപ്പോഴും യമനിലെ ഹൂത്തികൾ പ്രതിരോധ ശേഷി നിലനിർത്തുകയും ആക്രമണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 2 കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തിയ ഈ ആക്രമണത്തോടെ കമ്പനികൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചിലവേറിയതുമായ റൂട്ടുകളിലൂടെ കപ്പലുകളെ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരായി. ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഹൂത്തികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരുന്നു. ട്രംപ് യമനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് ഹൂത്തി ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയാണെന്നാണ്. എന്നാൽ ഹൂത്തികൾ ഭീഷണി ഉന്നയിച്ചിട്ടും ഇതുവരെ അത്തരത്തിൽ യാതൊരു നീക്കവും നടത്തിയിരുന്നില്ല താനും. ഹൂത്തികൾ അമേരിക്കയുടെ ഒരു സൈനിക യുദ്ധക്കപ്പൽ ആക്രമിച്ചതാണ് മറ്റൊരു കാരണമെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ആ സംഭവം നടന്നത് ട്രംപ് ഭരണത്തിലുള്ളപ്പോഴല്ല. ആക്രമണങ്ങൾക്ക് മുമ്പ് പ്രതിവർഷം 25,000 കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നുപോയിരുന്നുവെന്നും വൈറ്റ് ഹൌസ് ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 10,000-ആയി കുറഞ്ഞു. യഥാർത്ഥത്തിൽ ആരും ഈ മേഖലയിലൂടെ കടന്നു പോകുന്നില്ല എന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണിത്. 2023 മുതൽ അമേരിക്കയുടെ വാണിജ്യ കപ്പലുകൾ 145 തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവസാനത്തേത് ഡിസംബറിലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ്. ചെങ്കടലിലുള്ള ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് ആക്രമണങ്ങളുടെ ഒരു ഭാഗം നടത്തിയതെന്നും അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. യമനിലുടനീളമുള്ള വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷന്റെ തുടക്കമായാണ് നിലവിലെ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റിലെ സൈനികരുടെ മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നമ്മുടെ സൈനികർക്ക് നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്നും അവരുടെ സഹായിയായ ഇറാനും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എക്സിൽ കുറിച്ചു. അതേസമയം ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം തെറ്റായ ദിശയിലാണെന്നും വിമത ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്താൻ ഇത് സഹായിക്കില്ലെന്നും മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞനായ നബീൽ ഗൗറി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. യുദ്ധം ഒഴിവാക്കാനും സമാധാനപ്രിയനാകാനും ആഗ്രഹിച്ചു വന്ന ട്രംപ് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും യുദ്ധത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ടെന്നും ഗൗറി പറഞ്ഞു. കര, വായു, കടൽ എന്നിവയാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് ജീവിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസിനെ 17 മാസത്തെ ഇസ്രായേലി ബോംബാക്രമണത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്നത് അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.